സോ ടുഡേ ഇന്ന് ബിഗ് ബോസ് സീസൺ 7 മലയാളം മാർക്കിംഗ് ഇറ്റ്സ് 50th എപ്പിസോഡ്, അതായത് 50ാമത്തെ എപ്പിസോഡിൽ വന്ന് ചേർന്നിരിക്കുന്നു ബിഗ് ബോസ് സീസൺ 7 മലയാളം. ഈ ഒരു വീഡിയോ ചെയ്യണമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചതല്ല. ബട്ട് ഐ ഇത് ചെയ്യാൻ തോന്നി എനിക്ക്. കാരണം എനിക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഞാനൊരു ബിഗ് ബോസിന്റെ ഒരു വലിയൊരു ഫാനാണ്. ഇറ്റ്സ് എ ബിഗ് എന്റർടൈൻമെന്റ് ഷോ. ഒരു റിയാലിറ്റി ടെലിവിഷൻ ഷോ ആണ് ബിഗ് ബോസ്. ആക്ച്വലി അത് നമ്മളെ ഓഡിയൻസിലോട്ട് അതെങ്ങനെ കണക്ട് ചെയ്ത് നല്ലൊരു കളറ് കൊണ്ടുവരുന്നു, നല്ലൊരു എന്റർടൈൻമെന്റ് കൊണ്ടുവരുന്നു, ഒരു ടൈം, നമുക്കൊരു ഭയങ്കര എന്റർടൈനിങ് ആയിട്ടുള്ളൊരു റിയാലിറ്റി ടെലിവിഷൻ ഷോ ആണ് ബിഗ് ബോസ്. അപ്പോൾ ഈ ഒരു സീസൺ 7 50 എപ്പിസോഡ്സിലോട്ട് എത്തി നിൽക്കുമ്പോൾ കഴിഞ്ഞൊരു 50 എപ്പിസോഡിൽ എന്താണ് ഇവിടെ മെയിനായിട്ട് നടന്നത്, അതിനാണ് ഞാൻ ഇവിടെ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഈ ഒരു സീസൺ ഞാൻ കണ്ടതിൽ വെച്ച് മലയാളം ബിഗ് ബോസ് ഹിസ്റ്ററിയിലെ ഏറ്റവും വേഴ്സ്റ്റ് സീസണാണ് ബിഗ് ബോസ് സീസൺ 7. യെസ്, നിങ്ങളിപ്പോൾ എന്നോട് ചോദിക്കും എന്താണ് അതിൻ്റെ റീസൺസ്. എനിക്ക് ഒരു കാരണം ഇഷ്ടമല്ല എന്ന് പറയുമ്പോഴും ഇഷ്ടം ഉണ്ട് എന്ന് പറയുമ്പോഴും അതിൻ്റെതായിട്ടുള്ള കാരണങ്ങളുണ്ടാവും. സോ ഞാൻ എൻ്റെ ഒരു ഇത് വേസ്റ്റ് എന്ന് പറയുമ്പോൾ വേസ്റ്റ് ബിഗ് ബോസ് ഹിസ്റ്ററിയിലെ തന്നെ ഏറ്റവും വേസ്റ്റ് ആയിട്ടുള്ള ഒരു സീസണാണ് 7. ദ റീസൺ ഞാൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന്, ഒരു എന്റർടൈൻമെന്റ് ഒന്നുമില്ല ഇതിന്റെ ഈ ഒരു ബിഗ് ബോസ് റിയാലിറ്റി ടെലിവിഷൻ ഷോന്റെ മെയിൻ തിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓഡിയൻസിന് ഒരു എന്റർടൈൻമെന്റ് ആണ്. അത് ഈ ഒരു സീസണിലേക്ക് തീരെ കിട്ടിയിട്ടില്ല. രണ്ട്, എല്ലാവരും സെൽഫിഷാണ്. അവരുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി മാത്രം കളിക്കുന്ന ഒരു 24 കണ്ടസ്റ്റൻസ്. അതാണ് ഇത്തവണത്തെ സീസൺ 7ത്തെ കോണ്ടസ്റ്റൻസ്. ഒന്നും ചെയ്യില്ല, ബട്ട് അവരുടെ സ്ക്രീൻ സ്പേസ്, അവരുടെ ഓൺ ബെനിഫിറ്റ്സിന് വേണ്ടി മാത്രം കളിക്കുന്ന ഒരു ബഞ്ച് ഓഫ് ജോക്കേഴ്സ്. അതാണ് ഈ ഒരു 24 കോണ്ടസ്റ്റൻസിനെ ഞാൻ ടാഗ് ചെയ്യുന്നത്. പിന്നെ ഇത് പറയുമ്പോൾ ഈ ജോക്കേഴ്സ് എന്ന് പറയുമ്പോൾ ഞാൻ ഇതിൽ പറയുന്നത് ഇന്നെ റിയാലിറ്റി പെർസ്പെക്റ്റീവ്, അല്ലാണ്ട് അവരെ ഔട്ട്സൈഡ് അവരെന്താണോ എന്നതില പറഞ്ഞത്. ഇവരെ ഈ ഒരു വീഡിയോ ഈസ് 100% ഞാൻ ഇതിൽ പറയുന്നത് ബേസ്ഡ് ഓൺ ദി ബിഗ് ബോസ് ടെലിവിഷൻ പ്രോഗ്രാം. അല്ലാണ്ട് അവർ ഔട്ട്സൈഡ് എന്താണോ അതൊന്നും എനിക്കറിയേണ്ട ആവശ്യമില്ല. ഈ ഒരു ടെലിവിഷൻ ഷോയില് അവര് കംപ്ലീറ്റ് ജോക്കേഴ്സ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. തേർഡ് റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എന്തൊരു സോഷ്യൽ, വാട്ട് ഈസ് ദ വാല്യൂ, അല്ലെങ്കിൽ ഒരു സോഷ്യൽ വാല്യൂ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു സോഷ്യൽ ഇമ്പാക്ട് ഒന്നും ഇതുവരെ കൊടുക്കാൻ പറ്റിയിട്ടില്ല. 4, ചീപ്പായിട്ടുള്ള കോണ്ടന്റ്സ്, വളരെ ചീപ്പായിട്ടുള്ള കോണ്ടന്റ്സ്. ഒരു എന്താ പറയുക, ഒരു ആവശ്യമില്ലാത്ത കോണ്ടന്റ്സ് പൊക്കി പിടിച്ച് അവരുടെ സ്ക്രീൻ സ്പേസ് കൂട്ടാൻ വേണ്ടിയിട്ട് മാത്രം കുറച്ച് ഭയങ്കര വൃത്തികെട്ട കോണ്ടന്റ്സ് മാത്രം എടുത്തുകൊണ്ട് മാത്രം സ്ക്രീൻ സ്പേസ് ഉണ്ടാക്കാൻ നോക്കുന്ന കോണ്ടസ്റ്റൻസ്. 5, ഒരു വീക്ക്ലി ടാസ്കിൽ ഗെയിം കൊടുക്കുമ്പോൾ അത് സ്മാർട്ടായിട്ട് ബ്രെയിൻ വെച്ച് കളിക്കാനുള്ള ഒറ്റ കോണ്ടസ്റ്റന്റ് പോലും ഈ ഒരു സീസണിലില്ല. അത് ഭയങ്കര വിയർഡായി തോന്നി. 24 കോണ്ടസ്റ്റന്റ് ഇൻക്ലൂഡിങ് ദ വൈൽഡ് കാർഡ്, 24 കോണ്ടസ്റ്റൻസ് വന്നു. എന്നിട്ടും ഒരു കോണ്ടസ്റ്റന്റ് പോലും അവരുടെ ബ്രെയിൻ ആൻഡ് സ്മാർട്ട്നെസ് വെച്ചിട്ട് ഇതുവരെ കളിച്ചിട്ടില്ല. 6th റീസൺ, ഫൈനൽ റീസൺ, വൺ ഓഫ് ദി ക്ലാസിക് വീക്ക്ലി ടാസ്ക് ആയിട്ടുള്ള 5 സ്റ്റാർ ഹോട്ടൽ, അത് വരെ നശിപ്പിച്ചു കയ്യിൽ കൊടുത്തിട്ടുണ്ട് ബിഗ് ബോസിന്. ലാസ്റ്റ് വൺ, ഫൈനലി ദ ലാസ്റ്റ് വൺ, ബിഗ് ബോസ് ഓൾസോ പ്ലേയിങ് എ ഡബിൾ സ്റ്റാൻഡേർഡ് ഇൻ ദി സീസൺ 7. ഈ ഒരു 7 റീസൺ ആണ് ഞാൻ പറയുന്നത്. ഈ ഒരു 7 റീസൺ കൊണ്ടാണ് ഞാൻ പറയുന്നത് ബിഗ് ബോസ് സീസൺ 7 മലയാളം ബിഗ് ബോസിലെ ഏറ്റവും വേഴ്സ്റ്റ് സീസൺ ആണ്. ഇവിടെ നടന്നതും കോണ്ടസ്റ്റൻസ് ചർച്ച ആക്കിയ വിഷയങ്ങൾ, ഉദാഹരണങ്ങൾ ഞാൻ പറയാം. ആദ്യം വന്നത്, അനുമോളെ ആ ഒരു വൃത്തികെട്ട കാർഡ്, ആര്യൻ ജിസേലിന്റെ പുതപ്പിന്റെ അടിയിൽ കിടന്ന് ഉമ്മൊത്തി എന്നുള്ള കാർഡ് വെച്ചിട്ട് 2025 എത്തിയിട്ടും രണ്ടാളെ കൺസേണിൽ ഉമ്മ വെക്കുമ്പോൾ തേർഡ് പേഴ്സൺ എന്തിനാണ് ഇത്രക്കും പ്രോബ്ലം? അതും പൊക്കി പിടിച്ച് ഈ ഒരു ടെലിവിഷൻ ഷോയിലോട്ട്, അത് ഈ അനുമോൾ എന്ന് പറഞ്ഞ വ്യക്തി
ഇതൊരു കുടുംബ പ്രേക്ഷകർ കാണുന്നതാണെന്ന് 1000 തവണ പറയുമ്പോൾ മൂപ്പരാൾക്ക് ഇതൊന്നും പ്രശ്നമില്ല പറയുമ്പോൾ. ആദ്യം ജിസേൽ, ഞാനിവിടെ ജിസേലിനെയോ ആര്യനെയോ അക്ബറിനെയോ അനുമോളോ ആരോ സപ്പോർട്ട് ചെയ്യുന്നില്ല. ഐ എം ജസ്റ്റ് സെയിങ് ദ ഫാക്ട്സ് വാട്ട് ഐ ഹാവ് ഫൗണ്ട്, വാട്ട് ഐ ഹാവ് ഒബ്സർവ്ഡ് ഇൻ ദിസ് ലാസ്റ്റ് 50 എപ്പിസോഡ്സ്. പിന്നെ ഡ്രസ്സിങ് സെൻസ്, അതായത് ഫസ്റ്റ് ഒക്കെ ജിസയിൽ ഇടുന്ന ഡ്രസ്സിനെ കുറിച്ചിട്ട് അനുമോള കമന്റ്സ് ഉണ്ട്. ഇത് വലിയ എന്താണ് കുടുംബ പ്രേക്ഷകർ കാണുന്ന എന്താണ് ടെലിവിഷൻ ഷോ ആണ്, താങ്കൾ എന്ത് ഡ്രസ്സാണ് ഇടുന്നത്? കഴിഞ്ഞ ഒരു 2-3 വീക്സ് ആയിട്ട് ഈ വയറും എന്താണ് ലെഗൊക്കെ കാണിച്ചിട്ടുള്ള ഡ്രസ്സ് തന്നെയാണ് അനുമോൾ ഇട്ടുകൊണ്ടിരിക്കുന്നത്. സോ മൂപ്പരാള് പറയുന്നതും മൂപ്പരാള് കാണിക്കുന്നതും തമ്മിൽ ഒരു ബന്ധമില്ലാത്ത ഒരു കോണ്ടസ്റ്റന്റ് ആണ് അനുമോൾ. ഒരാൾ എന്ത് ഡ്രസ്സ് ഇടുന്നുള്ളത് അത് അവരുടെ റൈറ്റ് ആണ്. അത് എന്ത് കാണിക്കണം കാണിക്കാണ്ടിരിക്കുന്നത് അത് അവരുടെ റൈറ്റ് ആണ്. വി ഡോണ്ട് ലീവ് ഇൻ 1947. ഞങ്ങൾ 2025 എത്തിക്കഴിഞ്ഞിരിക്കുന്നു. എന്നിട്ടും ഇപ്പോഴും ഇമ്മാതിരി ചീപ്പായിട്ടുള്ള സാധനങ്ങൾ പിടിച്ച് സീസൺ 7 വന്ന് ഡിസ്കഷനിലോട്ട് വരുമ്പോൾ ഐ ഫീൽ പിറ്റി. രണ്ടാമത്തെ ഏറ്റവും പിന്നെ കൊടുക്കുന്നത് മറ്റേതാണ്, എന്താണ് ഇവിടുത്തെ ഫസ്റ്റ് ലെസ്ബിയൻ കപ്പിളായിട്ട് വന്ന നൂറ ആദില, ലക്ഷ്മി വന്ന് പറഞ്ഞത് സമൂഹത്തിൽ അല്ലെങ്കിൽ അക്ബറിന്റെ വീട്ടിൽ അല്ലെങ്കിൽ വേറൊരാളുടെ വീട്ടിൽ കയറ്റാൻ പറ്റാത്ത ആളുകൾ എന്നാണ് ലക്ഷ്മി നൂറയും ആദിലിനെ ഡിസ്ക്രൈബ് ചെയ്തത്. അന്ന് ആ ഒരു ടൈമിൽ ഒരൊറ്റ ആള് പ്രതികരിച്ചില്ല. അതാണ് ഞാൻ പറഞ്ഞത്, ഈ ഒരു സീസണിലെ എല്ലാ കോണ്ടസ്റ്റൻസും ജോക്കേഴ്സ് ആണ്. ആവശ്യമുള്ളതിനൊന്നും പ്രതികരിക്കില്ല, ആവശ്യമില്ലാത്തതിന് മാത്രം പ്രതികരിക്കും. എന്നിട്ട് ആ ലക്ഷ്മി ലാലേട്ടൻ വന്ന് മാപ്പ് പറയാൻ പറഞ്ഞിട്ടും ആള് മാപ്പ് പറഞ്ഞിട്ടില്ല. ബട്ട് ഇവിടെ എനിക്ക് ആഡ് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമൂഹത്തിൽ കയറ്റാൻ പറ്റില്ല എന്നുള്ളൊരു ഫ്രീഡം ലക്ഷ്മിക്ക് ആര് കൊടുത്തു? ലക്ഷ്മിയുടെ വീട്ടിൽ വേണമെങ്കിൽ കയറ്റാണ്ടിരിക്കാം, ബട്ട് ബാക്കിയുള്ള വീട്ടിൽ കയറ്റണോ വേണ്ടയോ തീരുമാനിക്കുന്നത് ദാറ്റ് ഈസ് അതർ പീപ്പിൾസ്, അവരുടെ റൈറ്റ് ആണ്. അല്ലാണ്ട് ലക്ഷ്മി അല്ല അത് ഡിസൈഡ് ചെയ്യണത്. ലക്ഷ്മി അന്ന് പറഞ്ഞ ഏറ്റവും വലിയ തെറ്റേതാണ് തേർഡ് പേഴ്സന്റെ കാര്യത്തിൽ ഇതാക്കി. തേർഡ് പേഴ്സൺ എന്ത് ചെയ്യണോ ചെയ്യാണ്ടിരിക്കണോ അത് ലക്ഷ്മി നോക്കേണ്ട ആവശ്യമില്ല. അതിൽ തന്നെ ലക്ഷ്മി ആരെ സപ്പോർട്ട് ചെയ്യണം, അതായത് മൂപ്പർക്ക് ലെസ്ബിയൻസിനെ സപ്പോർട്ട് ചെയ്യണോ അല്ലെങ്കിൽ ട്രാൻസിനെ സപ്പോർട്ട് ചെയ്യണോ, അതൊക്കെ ലക്ഷ്മിയുടെ ഇഷ്ടങ്ങളാണ്. അതിൽ ആർക്കും ഫോഴ്സ് ചെയ്യാൻ പറ്റില്ല. മൂപ്പർക്ക് അത് ഇഷ്ടപ്പെടാനും ഇഷ്ടപ്പെടാണ്ടിരിക്കാനും ആർക്കും അത് ഫോഴ്സ് ചെയ്യാൻ പറ്റില്ല. ദാറ്റ് ഈസ് ലക്ഷ്മീസ് ചോയ്സ്. അതും പറയേണ്ടിയിരിക്കുന്നു. അതായത് അന്ന് ലക്ഷ്മി ഒന്ന് എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ തെറ്റെന്ന് പറഞ്ഞാൽ പബ്ലിക് ഒപ്പീനിയൻ ഒരിക്കലും ലക്ഷ്മിക്ക് പറയാൻ പറ്റില്ല. രണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാലേട്ടൻ വന്നിട്ടും ലക്ഷ്മിനെ ഫോഴ്സ് ചെയ്യാൻ പറ്റില്ല. അതായത് ലക്ഷ്മിക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ലക്ഷ്മിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല, അത് അങ്ങനെ വിടണം. അല്ലാണ്ട് ലാലേട്ടൻ വേറെ ആര് വന്നിട്ടും മൂപ്പരുടെ ഫോഴ്സ് ചെയ്ത ഒരു സാധനം ഇഷ്ടപ്പെടാത്ത എന്താണ്, അത് അവരൊക്കെ പേഴ്സണൽ ചോയ്സ് ആണ്. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ അടുത്ത് എന്താണ് ഇത് റെന ഫാത്തിമ ആര്യൻ കേസ്, അതൊക്കെ പ്യൂർ സ്ക്രീൻ സ്പേസിന് വേണ്ടി മാത്രം ഉണ്ടാക്കിയ റെനയുടെ ഡ്രാമ. അതിനെ കുറിച്ച് കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. നാലാമത് ഇപ്പൊ റീസെന്റ് വീക്കിൽ നടന്ന മറ്റേ നെവിൻ ഷാനവാസിന്റെ കേസാണ്. നെവിൻ ഷാനവാസ് കേസ് അത് ഇതുവരെ ഇപ്പോ ഇന്നലെ നടന്ന വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ അത് ഡിസ്കഷൻ പോലും ചെയ്തിട്ടില്ല. അതിന് നെവിൻ ചെയ്ത നെവിന്റെ ആറ്റിറ്റ്യൂഡ് ഉണ്ടല്ലോ, അയ്യോ അറ്റൻഷൻ കിട്ടാൻ, ലാലേട്ടന് അറ്റൻഷൻ കിട്ടാൻ വേണ്ടിയിട്ട് എന്തൊക്കെ സംഭവങ്ങളാണ് മൂപ്പറാൾ ഇന്നലെ ആ വീക്കെൻഡ് എപ്പിസോഡിൽ ചെയ്ത് കൂട്ടിയത്. ഉറങ്ങുന്നു, അവിടെ ദേഷ്യപ്പെട്ടിരിക്കുന്നു, സങ്കടപ്പെട്ടിരിക്കുന്നു, ഇനി കാണിക്കാനൊന്നും ബാക്കിയില്ല. നെവിൻ അതും വേറൊരു ചീപ്പായിട്ടുള്ള ഒരു കോണ്ടന്റ്. അപ്പൊ ലാസ്റ്റ് ഇന്നലെ ലാലേട്ടൻ തന്നെ പറയുന്നുണ്ട്, ഇമാതിരി കാർഡുകള് അല്ലെങ്കിൽ ഇമാതിരി ഇതിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആരും ഇവിടെ വന്നിട്ടില്ല. നിങ്ങൾ നിങ്ങളുടെ ഓൺ ഗെയിം കളിച്ച് മുന്നേറണം. ഇവിടെ ആരെയും റെപ്രസെന്റ് ഏതെങ്കിലും കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ഏതെങ്കിലും സ്പെസിഫിക് പീപ്പിളെ റെപ്രസെന്റ് ചെയ്ത് കൊണ്ടിട്ടല്ല ബിഗ് ബോസ് ഷോ മുന്നോട്ട് പോകുന്നത്. എവ്രി വൺ ഈസ് എ ഇൻഡിവിജ്വൽ ഗെയിമേഴ്സ് എന്നാണ് ലാലേട്ടൻ പറഞ്ഞത്. ആ ലാലേട്ടന് തന്നെ തോന്നിയിട്ടുണ്ടാവും ഇതൊരു ഒരു ലിമിറ്റ് ഇല്ല ഇതിനൊക്കെ. എന്നും ഒരു വളരെ പുവറായിട്ടുള്ള പത്തറ്റിക് കോണ്ടന്റ് മാത്രം എടുത്തുകൊണ്ട്, എന്നാലോ ടാസ്ക് കൊടുത്തു കഴിഞ്ഞാൽ അത് ചെയ്യാനുള്ള ഒരു സെൻസ് ഇല്ലാത്ത കോണ്ടസ്റ്റൻസും, എന്നാൽ പുവർ പത്തറ്റിക് കോണ്ടന്റ്സ് എടുത്ത് എല്ലാ വീക്കും വരും ചെയ്യും. വളരെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്യേണ്ട ഒരു വീക്ക്ലി ടാസ്ക്, അതായത് 5 സ്റ്റാർ ഹോട്ടൽ ടാസ്ക് നശിപ്പിച്ച് കൈ കൊടുത്തു.
വൈൽഡ് കാർഡായിട്ട് വരുന്ന വൈൽഡ് കാർഡ് ആയാലും റീ എൻട്രി ആയി കഴിഞ്ഞാലും ചലഞ്ചേഴ്സ് ആയാലും നിങ്ങൾ വന്നിട്ട് നിങ്ങളെ ഗെയിം കളിച്ച് പോവുക. അല്ലാണ്ട് മറ്റുള്ളവരുടെ ഇതിൽ കയറി തലയിൽ മറ്റുള്ളവരുടെ ഇതിൽ കയറി ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് അവരെ പ്രൊവോക്ക് ചെയ്ത് ഇപ്പോൾ ലക്ഷ്മി വാസ് ഹാഡ് എ വെരി ബാഡ് നെഗറ്റീവ് ഇമ്പാക്ട് ഔട്ട്സൈഡ്. ബട്ട് റിയാസ്, ശോഭ എന്നിവർ വന്നതിന് ശേഷം മൂപ്പർക്ക് ഭയങ്കര പോസിറ്റീവായി. ഈ ലക്ഷ്മി എന്ന് പറഞ്ഞ ആള് ഒരുപാട് സോറി ഒക്കെ പറഞ്ഞു. ബട്ട് ഒനീലിന്റെ കേസിലായി കഴിഞ്ഞാലും മൂപ്പറാള് സോറി പറഞ്ഞു. മറ്റേ കേസിൽ ഇപ്പോഴും സോറി പറഞ്ഞിട്ടില്ല, കാരണം അത് മൂപ്പറാളെ ഇഷ്ടമാണ്. ബട്ട് ഒരു പബ്ലിക് ഒപ്പീനിയൻ പറയുമ്പോൾ ഷീ ഹാവ് ടു ബി കെയർഫുൾ. അതായത് അപ്പോൾ ലക്ഷ്മിക്ക് വളരെ പോസിറ്റീവ് ഇമ്പാക്റ്റ് ആണ് ഔട്ട്സൈഡിൽ. അതിപ്പോ റിയാസ് ആ ശോഭയുടെ കാരണം കൊണ്ടുണ്ടായത് മാത്രമാണ്. ഒരു വൈൽഡ് കാർഡ് എൻട്രീസോ ചലഞ്ചേഴ്സോ വീട്ടിലോട്ട് കയറുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഗെയിം കളിക്കുക. അല്ലാണ്ട് നിങ്ങൾ പോയിട്ട് പഴയ കാര്യങ്ങൾ എടുത്ത് പൊക്കി പിടിച്ച് ബാക്കിയുള്ളവരെ നെഗറ്റീവായി ഇരിക്കുന്ന ആൾക്കാരെ പോസിറ്റീവ് ആക്കി കഴിഞ്ഞാൽ, ഒന്നാമത് ഇനി ഒരു ചാലഞ്ചറിന്റെ ആവശ്യമില്ല, ഒരു വൈൽഡ് കാർഡ് എൻട്രിയുടെ ആവശ്യമില്ല. 50 ദിവസം എങ്ങനെയെങ്കിലും കഴിഞ്ഞ് കിട്ടണം, ദാറ്റ്സ് ഇറ്റ്. ഇത്രക്കും വൃത്തികെട്ട ഒരു സീസൺ ഇനി കഷ്ടപ്പെട്ടിട്ടാണ് ഡെയിലി കാണുന്നത്. അപ്പൊ നിങ്ങൾ എന്നോട് ചോദിക്കും, നീ എന്തിനു ഇത്ര കഷ്ടപ്പെട്ട് കാണുന്നത്? ബട്ട് ഇറ്റ്സ് മൈ എന്റർടൈൻമെന്റ്. എനിക്കൊരു ബിഗ് ബോസ് ഷോ ഒരു എന്റർടൈൻമെന്റ് ആണ് എപ്പോഴും എനിക്ക്. എൻ്റെ ഏറ്റവും വലിയ ഫേവറേറ്റ് സീസൺസ് ഒക്കെ ഉണ്ട്. ബട്ട് സീസൺ 7 ഈസ് ദ വേഴ്സ്റ്റ് സീസൺ എവർ ഇൻ ബിഗ് ബോസ് ഹിസ്റ്ററി മലയാളത്തിൽ. ഇപ്പൊ ഇതൊക്കെ പറയാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്തൊരു സോഷ്യൽ ഇമ്പാക്റ്റ് ആണ് ഈ ഒരു സീസൺ 7 അവിടുത്തെ കണ്ടസ്റ്റൻസ് കൊടുക്കുന്നത്. ഒന്നുമില്ല, വട്ടപൂജ്യം. ഒരു കോണ്ടന്റും ഇല്ല, ഒരു തേങ്ങയും ഇല്ല, ഒരു മാങ്ങയും ഇല്ല. പ്രോഗ്രസീവ് ചിന്താഗതി ഇല്ലാത്ത കുറെ ജോക്കേഴ്സ് ആണ് ആ വീട്ടിനുള്ളിലത്. ഒന്നുമില്ല. നമ്മളിപ്പോ ലെസ്ബിയൻ കപ്പിൾസിനെ ആദ്യം കയറ്റി വിടുന്ന ഫസ്റ്റ് എന്താണ് ബിഗ് ബോസിന്റെ ചരിത്രം അങ്ങനെയൊക്കെ പറയുമ്പോഴും ഇപ്പോഴും പ്രോഗ്രസീവ് ചിന്താഗതി, മൈൻഡ് ഫോർവേഡ് ചിന്താഗതി ഇല്ലാത്ത ബഞ്ച് ഓഫ് ജോക്കേഴ്സ് ആണ് അവിടെ മത്സരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് നമ്മൾ പറയും നമ്മൾ ഇപ്പോഴും ഭയങ്കര മുന്നിലോട്ടാണ് ചിന്തിക്കുന്നത്. ഒരിക്കലുമല്ല, നമ്മൾ ഒരിക്കലും മുന്നിലോട്ട് ചിന്തിക്കുന്നില്ല. നമ്മളല്ല, അവിടുത്തെ കോണ്ടസ്റ്റൻസ്. അവരെപ്പോഴും ആ ചീപ്പായിട്ടുള്ള ഡേർട്ടി കോണ്ടന്റ്സ്, അവിടെ തൊട്ടു ഇത് തൊട്ടു, എന്നെ അത് പിടിച്ചു, അവന് ഉമ്മൊത്തി, ഞാൻ അവന്റെ ബെഡ്ഷീറ്റിന് അടിയിൽ കണ്ടു, ഇതൊക്കെയാണ് കോണ്ടന്റ്സ്. എന്നിട്ട് പറയും പ്രോഗ്രസീവ് ആയിട്ടുള്ള മൈൻഡ് സെറ്റ് ആണ് സീസൺ 7. ഒരിക്കലും അല്ല, ഒരിക്കലും പ്രോഗ്രസീവ് ആയിട്ടില്ല സീസൺ 7. സീസൺ 7 കോണ്ടന്റ്സ് ഈസ് ദ ചീപ്പസ്റ്റ് കോണ്ടസ്റ്റൻസ് എവർ ഇൻ ബിഗ് ബോസ് ഹിസ്റ്ററി. ഒരു നല്ല ചിന്ത, അതായത് മുന്നോട്ട് ചിന്തിക്കുന്ന ഒരു നല്ലൊരാള് അതിലില്ല. ഈ ഒരു ബിഗ് ബോസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ കോണ്ടസ്റ്റൻസിന് അത് ജസ്റ്റ് ഒരു ഫെയിം ആൻഡ് മണിയാണ്. അതിനു വേണ്ടി അവർ എന്തും ചെയ്യും. അവര് റിയൽ പേഴ്സണാലിറ്റി അല്ല അതിനുള്ളിൽ ഉള്ളത്. അത് നമ്മൾ ഓഡിയൻസ് മനസ്സിലാക്കണം. നോ വൺ ഈസ് ഷോയിങ് ദ റിയൽ ഫേസ്. എവ്രി വൺ അവർക്ക് വേണ്ടി ഫെയിമിന് വേണ്ടിയിട്ടും അവർക്ക് പൈസക്ക് വേണ്ടി മാത്രം കളിക്കുന്ന ഒരു ഷോ ആണ് ഈ അവിടുത്തെ കോണ്ടസ്റ്റൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ നമ്മൾ ആസ് എൻ ഓഡിയൻസ് നമുക്ക് ഈ ഒരു പ്രോഗ്രാം എങ്ങനെ കാണാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എന്റർടൈൻമെന്റ് ബേസിസിൽ മാത്രം കാണാം. അല്ലാണ്ട് ഇറ്റ്സ് പ്യൂർലി ഒരു ക്യൂരിയോസിറ്റി ബേസിസിൽ ഇങ്ങനെ മുന്നോട്ട് പോകുന്ന ഒരു എന്റർടൈൻമെന്റ് ടെലിവിഷൻ ഷോ ആണ് ബിഗ് ബോസ്. ആരെയും പൊക്കി വെക്കാനും താഴ്ത്തു വെക്കാനും നമ്മൾ നിൽക്കേണ്ട ആവശ്യമില്ല. നല്ലത് കണ്ടാൽ നല്ലത് പറയാം, ആരെ നന്നായി കളിക്കുന്ന അവർക്ക് വോട്ട് ചെയ്യുക. അല്ലാണ്ട് ഇവൻ നമ്മളെ റോൾ മോഡൽ ആക്കി വെക്കാൻ അവരതിനെ മാത്രം അവിടെ ഒന്നും ചെയ്യുന്നില്ല. അതും കൂടി അണ്ടർസ്റ്റാൻഡ് ചെയ്യണം നമ്മൾ ഓഡിയൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വി ഹാവ് ടു ബി തിങ്ക് സ്ട്രെയിറ്റ് ഫോർവേഡ്. അല്ലാണ്ട് അവരവിടെ ഒരുപാട് ഉടായ്പകൾ കാണിക്കും, അതിലൊന്നും വീണ് പോകാണ്ടിരിക്കുക. അവസാനമായിട്ട് ഒന്നുകൂടി പറയാം, PR വേഴ്സ്. ഇവന്മാരെ സൂക്ഷിച്ചില്ലെങ്കിൽ ഒരുപാട് നല്ല കോണ്ടസ്റ്റൻസ് ഇല്ല ഈ ഒരു സീസണിൽ, അത് പറഞ്ഞിട്ട് കാര്യമില്ല. സ്റ്റിൽ ഒരു ആവറേജ് ആയിട്ട് കളിക്കുന്ന ആളുകൾ പോലും പെട്ടെന്ന് ഔട്ടായി പോകും. ഇമ്മച്ചുവേർഡ് ആയിട്ടുള്ള സാബുമൻ, ഇമ്മച്ചുവേർഡ് ആയിട്ടുള്ള ആര്യൻ, ഇവരൊക്കെ എന്തിനാണ് ബിഗ് ബോസ് ഹൗസിൽ? ബിഗ് ബോസിലത്തെ ഒരു മെറ്റീരിയൽ അല്ല ഈ സാബുമോനൊന്നും. ഈ ആര്യൻ ഈസ് സോ ഇമ്മച്ചുവേർഡ്. എത്ര പറഞ്ഞിട്ടും കാര്യമില്ല. ഇമ്മച്യൂരിറ്റി ആവാം, ബട്ട് യു നീഡ് ടു ബി, അതിന്റെ ഒരു മിക്സ് വേണം, മെച്യൂരിറ്റി ഇമ്മച്യൂരിറ്റിയും. ഡിഫറെന്റ് ടൈപ്പ് ഓഫ് പീപ്പിൾസ് ഉണ്ട്. ചില ആൾക്കാർ ഭയങ്കര മെച്യൂരിറ്റി കാണിക്കുന്ന ആൾക്കാർ, ചില ആൾക്കാര് സന്ദർഭം അനുസരിച്ച് മെച്യൂർഡ് ആൻഡ് ഇമ്മച്യൂർഡ് കാണിക്കുന്ന ആൾക്കാർ. ഇത് എപ്പോഴും ഇമ്മച്യൂർഡ് ആണ് ആര്യൻ. ഇത്തവണത്തെ കണ്ടസ്റ്റന്റ് സെലക്ഷൻ തന്നെ ബിഗ് ബോസ് ഹൗസിന് തെറ്റിയിട്ടുണ്ട്. ബിഗ് ബോസ് തന്നെ ഡബിൾ സ്റ്റാൻഡേർഡ് ആണ് ഈ ഒരു സീസണിൽ. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനീഷിനും അക്ബറിനും ഒരു വലിയ 7ന്റെ പണി വൈൽഡ് കാർഡ് എൻട്രീസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് ഒരു ടാസ്കിലൂടെ ഇന്നലെ അക്ബർ അത് മാറ്റിമറിച്ചു. ബട്ട് സ്റ്റിൽ അനീഷിന്റെയും ആ ഒരു പണി ഇന്നലെ തന്നെ ലാലേട്ടൻ
ഇതാക്കി കളഞ്ഞു. അപ്പോൾ അതിലെന്ത് സ്റ്റാൻഡേർഡാണ് ഉള്ളത്? ഒരു വലിയൊരു പണി സ്റ്റിൽ എൻഡ് ഓഫ് ദ സീസൺ എന്ന് പറയുമ്പോൾ എൻഡ് ഓഫ് ദ സീസൺ വരെ അല്ല ആ പണി. ഇത് ഇടയ്ക്ക് വെച്ചിട്ട് ഇനിയിപ്പോൾ ബാക്കിയുള്ള കോണ്ടസ്റ്റൻസ് ഒന്നും ചിന്തിക്കുക, എനിക്ക് എന്തും ചെയ്യാമെന്നുള്ളതൊരു കോൺഫിഡൻറ്റ് അവരാവും. അപ്പോൾ എന്തെങ്കിലും ഒരു പണിഷ്മെന്റ് കിട്ടിക്കഴിഞ്ഞാൽ അതൊരു സ്പെസിഫിക് പീരീഡ് ഓഫ് ടൈമിലായിരിക്കുമെന്ന് അവർ കരുതുന്നു. എന്നിട്ട് അവരവരുടേതായിട്ടുള്ള വേറൊരു മണ്ടത്തരങ്ങളും കാര്യങ്ങളും ചെയ്യും. സോ ബിഗ് ബോസ് തന്നെ ഡബിൾ സ്റ്റാൻഡേർഡാണ് ഈ സീസണിൽ. ഒന്നും പറയാനില്ല, പെട്ടെന്ന് തന്നെ ഈ ഒരു ഷോ കഴിയട്ടെ. ഈ ഒരു ബിഗ് ബോസ് സീസൺ 7 മടുത്തു, ഭയങ്കരമായിട്ട് മടുത്തിരിക്കുന്നു. ഒരു ഫേവറേറ്റ് കോണ്ടസ്റ്റന്റ്, ഒരു ഫേവറേറ്റ് മൊമെന്റ് ഒന്നും ഉണ്ടായിട്ടില്ല. വളരെ വൃത്തികെട്ട ബോറിംഗ് ആയിട്ടുള്ള എൻ്റെ ഒരു ഫേവറേറ്റ് കോണ്ടസ്റ്റന്റ് എന്ന് ഞാൻ പറയുന്നത് ഞാൻ ലാലേട്ടനെ പറയും. ലാലേട്ടനാണ് ഇത്തവണത്തെ ബിഗ് ബോസ് തൂക്കിയത്. ഈ ഒരു കപ്പ് ലാലേട്ടന് കൊടുക്കണം എന്നാണ് എൻ്റെ ഒരു സജഷൻ. അപ്പോൾ അത്രമാത്രം പോയി വരാം. ഇന്നത്തെ വീക്കെൻഡ് എപ്പിസോഡ് സൺഡേ ആരെ എവിക്റ്റ് ആവുമെന്ന് അറിയില്ല. എൻ്റെ ഒരു പ്രഡിക്ഷനിൽ റെന ഫാത്തിമ, ആര്യൻ, ലക്ഷ്മി, ആദില ഈ 4 ഒരാൾ, ഒന്നല്ലെങ്കിൽ 2 ഔട്ട് ആവുന്നതാണ് എൻ്റെ ഒരു പ്രഡിക്ഷൻ. ഐ നെവർ നോ. ഇനി ഓഡിയൻസ് എങ്ങനെ വോട്ട് ചെയ്യുമെന്ന് കണ്ടറിയണം. PR-കൾ അവന്മാരെ കൊണ്ട് ഒരു രക്ഷയില്ല. ഓക്കെ, ശുഭദിനം, പോയി വരാം, ബൈ.